അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച. രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് വിവാദത്തിൽ പുകഞ്ഞ് തൃശൂർ ലോക്സഭാ മണ്ഡലവും. തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. തൃശൂർ മണ്ഡലത്തിൽ കള്ളവോട്ട് ചേർത്തു എന്ന വ്യാപക പരാതി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഉണ്ടായി എന്നും 30,000-നും 60,000-നും ഇടയ്ക്ക് കള്ളവോട്ട് മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃശൂരിൽ കൃത്യമായ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. സത്യസന്ധമായ വിശദീകരണം നൽകാൻ കഴിയാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TL പ്രതാപൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP വ്യാജ വോട്ട് ചേർത്തു എന്ന ആരോപണം തെറ്റെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. ഈ നാട്ടിൽ എവിടെ ജീവിക്കാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും കഴിയുമെന്നും കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ പട്ടിക പരിശോധിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. മലപ്പുറം ജില്ലയിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തത് BJP സംസ്ഥാന നേതൃത്വം നേരിട്ട് അയൽ ജില്ലകളിലെ പ്രവർത്തകരുടെ വോട്ടുകൾ തൃശൂരിലേക്ക് ചേർത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നും സന്ദീപ് ആരോപിച്ചു. തൃശൂരിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിനിടെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടെന്ന് വിവരം. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലെയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിലുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ്. പൂങ്കുന്നം ശങ്കരൻകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ വത്സല ബാബുരാജ് പറഞ്ഞു. തൊട്ടടുത്ത വോട്ടർ ലില്ലി ഫ്ളാറ്റിൽ 38 വോട്ടുകളും ചേർക്കപ്പെട്ടു. കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ ജില്ലാ കളക്ടറോട് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് ഈ വോട്ടുകൾ പോൾ ചെയ്യുന്നത് തടഞ്ഞതെന്നും അവർ പറഞ്ഞു. തൃശൂരിന് പുറത്തുനിന്നുള്ള BJP നേതാക്കളുടെ വോട്ട് മണ്ഡലത്തിൽ ചേർത്തുവെന്ന ആരോപണവുമായി CPI നേതാവ് VS സുനിൽകുമാർ. വരവൂർ പഞ്ചായത്തിലെ നടത്തറയിലുള്ള BJP നേതാവ് KR ഷാജിയും കുടുംബവും തൃശൂരിലെ പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്നും സുനിൽകുമാർ പറഞ്ഞു. ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായാണ് ഗവർണർ തീരുമാനമെടുക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. കേസ് നാളെ ജസ്റ്റിസുമാരായ JP പർഡിവാല, R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് പരിഗണിക്കും. സംസ്ഥാന നിയമസഭ നൽകിയ അധികാരങ്ങളെ ഗവർണർക്കുള്ളൂവെന്നും സർവകലാശാലകളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർക്കില്ലെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ തീരുമാനം അങ്ങേയറ്റം തെറ്റാണെന്നും സ്വാതന്ത്ര്യദിനത്തിന്റെ ശോഭ കെടുത്തുമെന്നതിനാൽ കേരളം മുൻപ് തന്നെ ഇത് തള്ളിക്കളഞ്ഞതാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 201 സർക്കാർ സ്കൂളുകൾ 2 വർഷത്തിനിടെ അടച്ചുപൂട്ടിയെന്ന കണക്കുമായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി രേഖാമൂലം K രാധാകൃഷ്ണൻ MPയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറയുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറയണമെന്ന് കോൺഗ്രസ് നേതാവ് VT ബൽറാം ആവശ്യപ്പെട്ടു. മദ്യം ഓൺലൈനിൽ വിൽക്കാനുള്ള ബവ്കോ നിർദ്ദേശത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ.
സർക്കാരിന്റെ മദ്യനയം ജലരേഖയായി മാറുകയാണെന്നും ബിഷപ്പിന് അരി വാങ്ങാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിപ്പിക്കണമെന്നും എന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തുമെന്നും ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുവിനെ ലളിതവൽക്കരിക്കുന്നത് ഭൂഷണമല്ലേ എന്നും കാത്തോലിക്ക ബാവ ചോദിച്ചു. അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പനയിൽ ഇനി പ്രതികരിക്കേണ്ടെന്ന് ബെവ്കോ എംഡിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ബെവ്കോയുടെ ശുപാർശയിൽ തൽക്കാലം ചർച്ച പോലും വേണ്ടെന്ന് സർക്കാരും തീരുമാനിച്ചു. കേര പദ്ധതിക്ക് ലോകബാങ്ക് അനുവദിച്ച വായ്പാ തുക ട്രഷറിയിൽ പിടിച്ചുവെച്ചെന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വിവരം മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുക. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടിപൊളി Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. താൻ എംപിയായി വിലസുന്നത് തടയാൻ താങ്കൾ മതിയാവില്ലെന്നും അതിന് ജയരാജന്റെ സൈന്യവും പോരാതെ വരുമെന്നും ഭീഷണിയുടെ വാറോല മടക്കിക്കെട്ടി അലമാരിയിൽ വെച്ചാൽ മതിയെന്നും സദാനന്ദൻ എം പി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് CPM നേതാവ് MV ജയരാജനെതിരെയുള്ള വിമർശനം. നേതാക്കൾ ബോംബും വാളും നൽകിയപ്പോൾ അണികൾ കാണിച്ചതിനുള്ള ശിക്ഷയാണ് ജയിൽവാസം. ഞാൻ രാജ്യസഭാംഗമായത് ആരാധ്യയായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണെന്നും അതിൽ അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അനേകായിരം കുടുംബങ്ങളുടെ ആശീർവാദം തന്നോടൊപ്പമുണ്ടെന്നും സദാനന്ദൻ പറഞ്ഞു. റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും EP ജയരാജനെതിരായ ആരോപണം P ജയരാജൻ തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് P ജയരാജൻ ചോദിച്ചു. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും P ജയരാജൻ പ്രശ്നം പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ P ജയരാജൻ EP ജയരാജനെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രശ്നം പാർട്ടി പരിഗണിക്കുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മറക്കരുതെന്നും പ്രസ്താവന തിരുത്തണോ എന്ന് MV ഗോവിന്ദൻ തീരുമാനിക്കട്ടെയെന്നും മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദചാമി സംസാരിക്കുന്നത് പോലെ MV ഗോവിന്ദൻ സംസാരിക്കരുതെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ കൂട്ടിച്ചേർത്തു. എറണാകുളം വെണ്ണലയിൽ H1N1 രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിലെ ക്ലാസ് മുറി അടച്ചു. ക്ലാസ് അടച്ചതോടെ പഠനം ഓൺലൈൻ വഴിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആലുവ UC കോളേജിനടുത്തുള്ള ജ്യോതി നിവാസ് സ്കൂൾ 3 ദിവസത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. 7 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഫിലിം ചേംബർ പ്രസിഡന്റാകാതിരിക്കാൻ തനിക്കെതിരെ വലിയ നാടകം നടക്കുന്നുണ്ടെന്ന് സജി നന്ദ്യാട്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് എല്ലാം ചെയ്യുന്നത്. ഫിലിം ചേംബർ കെട്ടിട നിർമ്മാണത്തിലെ അടക്കം ചില അഴിമതികൾ കണ്ടെത്തിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും ഭൂരിപക്ഷം നിർമ്മാതാക്കളും വിതരണക്കാരും തനിക്കൊപ്പമാണെന്നും സജി നന്ദ്യാട്ട് വ്യക്തമാക്കി. CPMനെതിരെ വിമർശനവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരെ CPM നടത്തിയ പ്രതിഷേധ പരിപാടി രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമാകില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സ്ഥാപനത്തെ പ്രതിഷേധം നടത്തി താറടിക്കാൻ ആരും ശ്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടു. സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ മാനേജ്മെന്റുമായി അക്കാര്യം സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിനുമെതിരായ വഞ്ചനാ കേസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. കഴിഞ്ഞ ആഴ്ച പ്രതികൾക്കെതിരെ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഹൈക്കോടതിയെ സമീപിച്ചത്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനത്തിന് ശേഷം മാത്രം നടപടിയെന്ന നിലപാടിൽ പോലീസ്. വേടൻ ഒളിവിലാണെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസ് വ്യക്തമാക്കി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച കോടതി പരിഗണിക്കും. ഇതിനുശേഷം മാത്രം മതി നടപടിയെന്നും എടുത്തുചാടി നിലപാടെടുക്കേണ്ടെന്നുമാണ് പോലീസിന്റെ തീരുമാനം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. മരക്കൂട്ടം മുതൽ ശരംകുത്തി നെക്ക് പോയിന്റ് വരെ താൽക്കാലിക പന്തൽ നിർമ്മിക്കാൻ തീരുമാനമായി. റാന്നിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എക്സൈസ് കൺട്രോൾ റൂം ആരംഭിക്കും. ദേവസ്വം ബോർഡുമായുള്ള ആശയവിനിമയത്തിന് പ്രധാന വകുപ്പുകൾ ലൈസൺ ഓഫീസർമാരെ നിയമിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു.
കോഴിക്കോട്ടെ വയോധികരായ സഹോദരിമാരുടെ കൊലപാതകത്തിനു ശേഷം കാണാതായ സഹോദരൻ പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂരിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം കാണാതായ പ്രമോദിന്റേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. നേരത്തെ മൃതദേഹത്തിന്റെ ഫോട്ടോ കണ്ട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും നേരിൽ കണ്ട ശേഷമാണ് പ്രമോദ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. പ്രമോദിനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് തലശ്ശേരി കുയ്യാലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. കോതമംഗലത്ത് 23-കാരിയായ TTC വിദ്യാർത്ഥിനി സോന ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ 10-അംഗ സംഘം രൂപീകരിച്ച് പോലീസ്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. യുവതി ആത്മഹത്യ ചെയ്ത് മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ റമീസിന്റെ ഉപ്പയെയും ഉമ്മയെയും പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. താൻ ഗൂഢാലോചനയുടെ ഇരയാണെന്നും ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ കണ്ട് തെറ്റിദ്ധാരണ നീക്കുമെന്നും കർണാടകയിൽ പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട കർണാടക മന്ത്രിയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായിയുമായ KN രാജണ്ണ. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് രാജണ്ണയുടെ രാജിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. തെരുവ് നായ്ക്കളെ പിടികൂടാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടച്ചു നീക്കപ്പെടേണ്ടവയല്ല ഈ മിണ്ടാപ്രാണികളെന്നും ബദൽ മാർഗങ്ങളുണ്ടെന്നും അനുകമ്പയില്ലാതെ നടപടിയെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മിണ്ടാപ്രാണികളെ ഒഴിവാക്കേണ്ട പ്രശ്നമായല്ല ഇത് കാണേണ്ടത്, മനുഷ്യത്വ നയത്തിൽ നിന്ന് പിന്നോട്ട് നടക്കലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യും. നടപടിക്കായി 3-അംഗ സമിതിയെ രൂപീകരിച്ചതായി ലോക്സഭാ സ്പീക്കർ അറിയിച്ചു. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ 3-അംഗ സമിതിയെയാണ് സ്പീക്കർ ഇംപീച്ച്മെന്റ് നടപടികൾക്കായി നിയോഗിച്ചത്. ഇന്ത്യക്കെതിരെ ആണവാക്രമണം നടത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് റിഫൈനറി സമുച്ചയമായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പാക് സൈനിക മേധാവി അസിം മുനീർ. ഇന്ത്യയുമായി സൈനിക സംഘർഷമുണ്ടായാൽ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് പാക് സൈനിക തലവന്റെ ഭീഷണി. ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ നടപടികൾ കർശനമാക്കി പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ നിത്യജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വീടുകളിലേക്ക് നിത്യജീവിത സാമഗ്രികൾ വരെ വിലക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയതെന്നാണ് വിവരം. പാകിസ്ഥാന്റെ ആഭ്യന്തര ശത്രുക്കളും രാജ്യത്തെ ഭരണകൂടത്തിന് നിരന്തരം വെല്ലുവിളി ഉയർത്തുന്നതുമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകരരായി പ്രഖ്യാപിച്ച് അമേരിക്ക. ഇവരുടെ തന്നെ സഖ്യകക്ഷിയായ മജീദ് ബ്രിഗേഡിയനെയും ഭീകര പാർട്ടിയിൽ ഉൾപ്പെടുത്തി. പാകിസ്ഥാനിൽ 2019 മുതൽ പലവിധ ആക്രമണങ്ങളിൽ BLA ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നുവെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. സ്യൂട്ട് ധരിച്ച ഒസാമ ബിൻ ലാദനാണ് അസിം മുനീറെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പാകിസ്ഥാൻ യുദ്ധക്കൊതിയന്മാരുടെ തെമ്മാടി രാഷ്ട്രം പോലെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുനീറിന്റെ സമീപകാല പരാമർശങ്ങൾ ഭീകര സംഘടനയായ ISനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ഉയർന്ന തീരുവ ചുമത്തിയ നടപടി റഷ്യയ്ക്ക് തിരിച്ചടിയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇത് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.